Okay, dear students, നിങ്ങൾ ഈ പ്രോബ്ലത്തെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഇതിലേതോ ഒരു ഫ്രെയിം നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ് അല്ലേ. നമുക്ക് ഫ്ലൈയിങ് സോസറിൻ്റെ മുകളിലുള്ള ഫോഴ്സിന് രണ്ട് വ്യത്യസ്ത വാല്യൂസ് കിട്ടാനുള്ള ഒരു കാരണം ന്യൂട്ടൻ്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ അവ ശരിയായ റിസൾട്ട് തരുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മുടെ അറിവനുസരിച്ച് ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നും അളക്കപ്പെടുന്ന ഫോഴ്സ് മാത്രമേ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ അനുസരിക്കുകയുള്ളൂ. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ അതേപടി നമുക്കൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ ഉപയോഗിച്ചാൽ തെറ്റായ റിസൾട്ടായിരിക്കും കിട്ടുക. ആ ഒരു കാര്യം മനസ്സിലാക്കാനും അതിൻ്റെ എങ്ങനെ അതിന് കറക്ഷൻ കൊടുക്കാമെന്ന് അറിയാനും വേണ്ടിയാണ് ഇത്തരം ഒരു പ്രോബ്ലം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ എ എന്ന് പറയുന്ന ഒബ്സർവർ ഇനേർഷ്യൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഒബ്സർവർ ഇനേർഷ്യൽ ആയിരിക്കില്ല. ഇതിലേതോ ഒന്ന് നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ആരാണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കുന്നത് എന്നാണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അത് സ്പേസ് ക്രാഫ്റ്റിൻ്റെ ക്യാപ്റ്റൻസ് തന്നെ മനസ്സിലാക്കി. ഇവരിൽ തങ്ങളിൽ ആരോ ഒരാൾ നോൺ ഇനേർഷ്യൽ ആണ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുമ്പോൾ നമ്മൾ കണ്ടു, ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് എപ്പോഴും നമ്മൾ മനസ്സിൽ ഉണ്ടാവേണ്ടത് ഈ വാക്ക് കേൾക്കുമ്പോൾ. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് a frame of reference which is not accelerating. The acceleration of that frame of reference should be 0. ഓക്കെ, ഇനി നമ്മൾ മുൻപ് കണ്ടിരുന്നു ആക്സലറേഷൻ 0 എന്നുള്ളത് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സംഭവിക്കാമെന്ന് പറയാം. എപ്പോഴൊക്കെയാണ്? ഒന്നുകിൽ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്, വെലോസിറ്റി ഇറ്റ് സെൽഫ് ഈസ് 0, ദെൻ ആക്സലറേഷൻ ഈസ് 0. ഓക്കെ, ഒബ്സർവർ റെസ്റ്റിലാണ് എങ്കിൽ അദ്ദേഹം അളക്കുന്ന മറ്റൊരു വസ്തുവിൻ്റെ വെലോസിറ്റിയോ ആക്സലറേഷനോ കളഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ്? ഒരു ഇനേർഷ്യൽ മെഷർമെൻ്റ് ആണ്, റൈറ്റ്? വെലോസിറ്റി 0. ഇനി മറ്റൊന്നെന്താണ്? ദ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി ആണ്, സ്പീഡല്ല. വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒന്നുകിൽ വെലോസിറ്റി 0 ആയിരിക്കണം, അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. ഈ രണ്ട് സാഹചര്യത്തിലും എന്താണ്? ആക്സലറേഷൻ എന്നുള്ളത് എന്തായിട്ട് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്സർവറുടെ ആക്സലറേഷൻ 0 ആണ് എങ്കിൽ ആ ഒബ്സർവറെ ഉൾക്കൊള്ളുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിന്, കോർഡിനേറ്റ് സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ദിസ് ഇസ് ദ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ ഓഫ് വാട്ട്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലേ. ക്വാളിറ്റേറ്റീവ് ഡെഫിനേഷൻ ഉണ്ടാവാം. എന്താ ക്വാളിറ്റേറ്റീവ് ഡെഫിനേഷൻ? നമ്മൾ വേർഡ്സിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് ഡെഫിനേഷൻ. എന്താണ് ക്വാളിറ്റേറ്റീവ് ഡെഫിനേഷൻ ഓഫ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇൻ വിച്ച് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആർ വാലിഡ്, അല്ലെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഹോൾഡ്സ് ഗുഡ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലേ. എന്താ അത്തരം ഫ്രെയിം ഓഫ് റെഫറൻസുകളുടെ പ്രത്യേകത? അങ്ങനെ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ദോസ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഷുഡ് നോട്ട് ബി ആക്സലറേറ്റിംഗ്, ഓർ ദ ആക്സലറേഷൻ ഓഫ് ആൻ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഷുഡ് ബി ഈക്വൽ ടു 0, റൈറ്റ്? അപ്പോൾ എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വാട്ട് ഈസ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? സോ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആർ ദോസ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് which are accelerating. So the acceleration of those frames of reference is not equal to 0, right? Okay, അപ്പോൾ ഒരു ആക്സലറേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, എ എന്ന് പറയുന്ന സ്പേസ് ഷിപ്പാണോ ബി എന്ന് പറയുന്ന സ്പേസ് ഷിപ്പാണോ ആക്സലറേറ്റിംഗ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ പറഞ്ഞിരുന്നു, പ്രോബ്ലത്തിന് തുടക്കത്തിൽ പറഞ്ഞു, ദേ ആർ മൂവിങ് ഇൻ എംപ്റ്റി സ്പേസ്. ദേ ആർ മൂവിങ് ഇൻ എംപ്റ്റി സ്പേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എംപ്റ്റി സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സിസ്റ്റങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് കരുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മൂവിങ് എന്ന് പറയുന്നത്, വി അസ്യൂം ദാറ്റ് ബോത്ത് ഓഫ് ദം ആർ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. തുടക്കത്തിൽ അങ്ങനെയാണ് ഈ ക്യാപ്റ്റൻസ് കരുതിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? മേ ബി നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, തുടക്കത്തിൽ ഇവരുടെ റോക്കറ്റ്, ഇവരുടെ സ്പേസ് ഷിപ്പിൻ്റെ എൻജിൻ ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് ആക്സലറേറ്റ് ചെയ്തു എന്ന് കരുതുക. എന്നിട്ടൊരു നിശ്ചിത വെലോസിറ്റി കൈവരിച്ചു ഇവർ. ഓക്കെ, ഈ വെലോസിറ്റി കൈവരിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു? അവരുടെ എൻജിൻ ഒന്ന് ഓഫാക്കി. ഇനി എൻജിൻ ഓഫാക്കി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊരു ഫോഴ്സ് ഫ്രീ എൻവയറമെൻ്റ് ആണല്ലോ. ഫോഴ്സ് ഫ്രീ എൻവയറമെൻ്റ് ആകുമ്പോൾ ഏതൊരു വെലോസിറ്റി ആണോ എൻജിൻ ഓഫാക്കുന്ന സമയത്ത് ഈ സ്പേസ് ഷിപ്പുകൾ കൈവരിച്ചിരിക്കുന്നത്,
അതേ വെലോസിറ്റിയിൽ ഇത് നേർരേഖയിലൂടെ ചലിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ന്യൂട്ടന്റെ എന്താണ് പറയുന്നത്, ഒന്നാം ചലന നിയമം പറയുന്നത് അല്ലേ. എന്താണ്, എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നല്ലേ പറയണത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനാണ് കേട്ടോ. ഓർ ഓഫ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഇതിന് മുകളിൽ മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഗ്രാവിറ്റിയുടെ ബലങ്ങളില്ല അല്ലെ. അതാണ് എം ടി സ്പേസ് എന്ന് പറയാൻ കാരണം. ഫ്രിക്ഷൻ ഇല്ല അല്ലേ. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, ഏതൊരു വെലോസിറ്റിയിലാണോ സ്പേസ് ഷിഫ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അതേ വെലോസിറ്റിയിൽ ഇങ്ങനെ യൂണിഫോം ആയിട്ട് മുമ്പേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതണം. ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന പോലെ കരുതിക്കൊള്ളാം, വിത്തൗട്ട് എനി ആക്സലറേഷൻ എന്നാണ് ഈ രണ്ട് ക്യാപ്റ്റൻസും ചിന്തിക്കുന്നത്. അവരവരുടെ സ്പേസ് ഷിപ്പുകൾ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അവർ രണ്ടുപേരും യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ if velocity is equal to a constant, then their അവരുടെ ആക്സലറേഷൻ എത്രയാണ്, 0. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ആക്സലറേഷൻ ഓഫ് ദ യുഎഫ്ഒയുടെ ആക്സലറേഷൻ പറ്റി അല്ല നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്. എന്താണ്, ഈ ഒബ്സർവേഴ്സിന്റെ ആക്സലറേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതുവരെ അതിനെ പറ്റിയിട്ട് ബോധം ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ക്യാപ്റ്റൻസിനോടൊപ്പം നമ്മളും പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ക്യാപ്റ്റൻസ് ഇതുവരെ അവരുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് എന്നുള്ള അസംഷനിലാണ് ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ രണ്ട് വ്യത്യസ്ത റിസൾട്ടുകൾ ഒരേ വസ്തുവിനെ പറ്റി കിട്ടിയപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ ആരുടെയോ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്തല്ല, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ല എന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ എ അല്ലെങ്കിൽ ബി ഇവരിൽ ആരോ ഒരാൾ എന്തായിരിക്കണം, തീർച്ചയായിട്ടും ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഇവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ സ്പേസ് ഷിപ്പ് എയുടെ ക്യാപ്റ്റൻ ഉടനെ ചെക്ക് ചെയ്തു. രണ്ടുപേരും അവരുടെ എൻജിൻസ് ചെക്ക് ചെയ്യാണ്. അവർ ചെക്ക് ചെയ്തു എന്താണ്, ഹി ചെക്ക്ഡ് വെദർ ദ എൻജിൻസ് ഓഫ് ഹിസ് സ്പേസ് ഷിപ്പ് ഈസ് ഓഫ് ഓർ ഓൺ. അപ്പോൾ അദ്ദേഹം കണ്ടു എന്താണ്, എയുടെ ക്യാപ്റ്റൻ കണ്ടു എന്താണ്, അദ്ദേഹത്തിൻ്റെ എൻജിൻ ഏതായാലും ഓഫ് പൊസിഷനിലാണ് ഉള്ളത്. എൻജിൻ ഓഫ് പൊസിഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ദ സ്പേസ് ഷിപ്പ് എ ഈസ് അണ്ടർഗോയിങ് വാട്ട്, യൂണിഫോം മോഷൻ. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിനനുസരിച്ച് യൂണിഫോം മോഷനിലൂടെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കണമല്ലോ. അപ്പോൾ അതാണ് കൺക്ലൂഷൻ. എ ചെക്ക് ചെയ്തു, ക്യാപ്റ്റൻ എ ചെക്ക്ഡ്. ഓക്കെ, എന്താണ്, ഹി ഫൗണ്ട് ദാറ്റ് ഹിസ് വെലോസിറ്റി എൻജിൻസ് ആർ ഓഫ്. നമുക്ക് ആ ഡേറ്റ മാത്രം പറയാം, ഇതൊരു കുറച്ചൊരു നീണ്ട കഥയാണ്, പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എൻജിൻസ് ആർ ഓഫ്. എൻജിൻസ് ഓഫ് ആണ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഷിപ്പ് എ ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം. എം ടി സ്പേസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിൽ മറ്റ് ഫോഴ്സുകളൊന്നും, ഗ്രാവിറ്റിയൊക്കെ നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണ്. ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് കരുതണം. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയിൽ തന്നെ തുടരണമെന്നാണ് ന്യൂട്ടന്റെ നിയമം. സോ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഓർ എ ഈക്വൽ ടു വാട്ട്, 0. മീൻസ് എ എന്ന് പറയുന്ന സ്പേസ് ഷിപ്പ് ഈസ് വാട്ട്, ഇനേർഷ്യൽ. എ എന്ന് പറയുന്ന സ്പേസ് ഷിപ്പ് അടങ്ങുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെന്ന് ക്യാപ്റ്റൻ എ അങ്ങ് കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ ക്യാപ്റ്റൻ എ ഷുഡ് ബി ഹാപ്പി. വൈ? ബിക്കോസ് ഹിസ് മെഷർമെന്റ് അബൌട്ട് ദ UFO മസ്റ്റ് ബി കറക്റ്റ്. പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം അതൊന്ന് വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ സിമ്പിളായ ഒരു എക്സ്പെരിമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്തു. ഓക്കെ, വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റൽ എക്സ്പെരിമെൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്പേസ് ഷിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്തു. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഹി വാസ് ഹോൾഡിങ് എ പെൻസിൽ ഇൻ ഹിസ് ഹാൻഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ കാണണേ, നിങ്ങൾ തന്നെ കാണുക. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന, എം ടി സ്പേസിൽ മൂവ് ചെയ്യുന്ന ഒരു സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിലുള്ള ഇരിക്കുന്ന ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പെൻസിൽ അഥവാ ഒരു പേന എടുത്ത് പിടിച്ചു. ഓക്കെ, എന്നിട്ട് വളരെ ജെന്റിലായിട്ട്, വളരെ അതിന് ഡിസ്റ്റർബൻസ് ഒന്നും കൂടാതെ ആ പേനയുടെ മുകളിലുള്ള പിടുത്തം വിട്ടു. ഓക്കെ, ഹി ജെന്റ്ലി റിമൂവ്ഡ് ദ ഹോൾഡ് ഓൺ ദ പെൻസിൽ ആൻഡ് ഹി ഒബ്സർവ്ഡ് ദ പെൻസിൽ. പെൻസിലിനെ ഒബ്സർവ് ചെയ്തു. എന്താണ് ഒബ്സർവ് ചെയ്തത്? അദ്ദേഹം കണ്ടു, ദ പെൻസിൽ ഈസ് മോഷൻലെസ്. പെൻസിൽ ഈസ് ഫ്ലോട്ടിംഗ് വിത്തൗട്ട് മോഷൻ. അപ്പോൾ പെൻസിലിനെ കെയർഫുള്ളി എന്ത് ചെയ്തു, റെസ്റ്റിലാക്കി അങ്ങ് റിലീസ് ചെയ്തു. അപ്പം പെൻസില് മോഷൻലെസ് ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതിൽ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാണ്, ഓക്കെ, എന്താണ്, ദ സിസ്റ്റം ഈസ്, അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഇനേർഷ്യലാണെന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ലോജിക്ക്? ലോജിക്ക് ഇതായിരിക്കണം. എന്താണ്, നമ്മൾ നോക്കുക, ആദ്യം പെൻസിലിൻ്റെ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കുമ്പോൾ പെൻസിലിൻ്റെ അവസ്ഥ എന്താണ് അങ്ങനെ ചിന്തിക്കണം.
അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഈ പെൻസിലിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം അടങ്ങുന്ന സ്പേസ് ഷിപ്പ് എയും ഈ പെൻസിലും ഒക്കെ ഒരു സിസ്റ്റമായിട്ട് കരുതാം, ഒരു വസ്തുവായിട്ട് കരുതാം. ഇവരെല്ലാം ഒരേ അല്ലേ? ആൻഡ് ഓൾ ഓഫ് ദം ആർ മൂവിങ് വിത്ത് സം കോൺസ്റ്റന്റ് വെലോസിറ്റി. ഏതോ ഒരു വെലോസിറ്റിയിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ചലിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ സിസ്റ്റമാണ്, എല്ലാം ടച്ചിങ് ആണല്ലോ. ഓക്കെ, അതായത് സ്പേസ് ഷിപ്പ് എയുടെ അതേ വെലോസിറ്റി ആയിരിക്കും സ്പേസ് ഷിപ്പ് എയുടെ ഉള്ളിലിരിക്കുന്ന ക്യാപ്റ്റൻ ഉണ്ടാവുക. ക്യാപ്റ്റൻ്റെ കയ്യിലുള്ള എന്താണ് പെൻസിലിനും അതേ വെലോസിറ്റി ഉണ്ട്. അതേ ലീനിയർ വെലോസിറ്റിയിലാണ് പെൻസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം. റൈറ്റ്? ഓക്കെ, ഇനി ഈ പെൻസിലിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പെൻസിൽ എന്ത് ഒബ്ജക്റ്റ് ആയിട്ട് മാറി? ഇറ്റ് ബിക്കംസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. പെൻസിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ന്യൂട്ടന്റെ ചലന നിയമം അനുസരിക്കണമല്ലോ അല്ലേ? അപ്പോൾ എന്തായിരിക്കണം? അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കണമായിരുന്നു? അതേ കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നെ മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് ഓക്കെ റൈറ്റ്, അതേ കോൺസ്റ്റന്റ് വെലോസിറ്റി മുമ്പോട്ടേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹം കാണുന്നത് എന്താണ്? ഈ പെൻസിൽ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ഹിം ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കണം? ഈ രണ്ടുപേരും ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രണ്ടുപേരും ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയ്ക്കുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? 0 ആണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ ആക്സലേറ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലേ, ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഇടയ്ക്ക് ഒരു റിലേറ്റീവ് ആക്സലറേഷൻ ഉണ്ടായിരുന്നേനെ. ഓക്കെ, ഓർ ദ പെൻസിൽ വുഡ് ഹാവ് അപ്പിയർഡ് ടു ആക്സലറേറ്റ് റിലേറ്റീവ് ടു ദ ക്യാബിന് റിലേറ്റീവായിട്ട് ഈ പെൻസിൽ ആക്സലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ആക്സലേഷൻ ഇദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? ദ പെൻസിൽ ഈസ് ആക്ച്വലി ഓൾസോ മൂവിങ് ഇൻ ആൻ ഇനേർഷ്യൽ ഫ്രെയിം. അതിൽ അദ്ദേഹം മനസ്സിലാക്കി എന്താണ്? ഹിസ് ഫ്രെയിം ഈസ് ആൻ ഇനേർഷ്യൽ ഫ്രെയിം. കറക്റ്റ്? ഓക്കെ, അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? ക്യാപ്റ്റൻ എയുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. So we have concluded that the measurement of Captain A are correct. Same measurement, same observation, same ഒരു ഓക്കെ എന്താണ് ഇവാലുവേഷൻ ക്യാപ്റ്റൻ ഓഫ് ബിയും ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് എങ്ങനെയാണ് പോയിട്ടുണ്ടാകുന്ന നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹം എങ്ങനെ ഇതിനെ മനസ്സിലാക്കി നോക്കാം. അതിനുവേണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്കെച്ച് നോക്കുക. സ്കെച്ചിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? എക്സ് എയും എക്സ് ബിയും കാണാം. എന്താണ് എക്സ് എ? എക്സ് എ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ യു എഫ് ഒ വിത്ത് റെസ്പെക്ട് ടു എ. ആൻഡ് വാട്ട് ഇസ് എക്സ് ബി? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ യു എഫ് ഒ വിത്ത് റെസ്പെക്ട് ടു ബി. ആൻഡ് യു ക്യാൻ സി അനദർ ക്വാണ്ടിറ്റി ഹിയർ വിച്ച് ഇസ് ഡിഫൈൻഡ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ എക്സ്. ഈ എല്ലാ ക്വാണ്ടിറ്റീസ് ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് നമുക്ക് കരുതാം. ക്യാപിറ്റൽ എക്സ്. വാട്ട് ഇസ് ക്യാപിറ്റൽ എക്സ്? ക്യാപിറ്റൽ എക്സ് ഇസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇറ്റ് ഇസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ വാട്ട്? എ ആൻഡ് ബി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഫ്രം ഫിഗർ can't you see that xa of t, all are functions of time, all may vary, okay, is equal to, what is that? How do you write xa of t? It is equal to simply xb of t എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ടി. ഇറ്റ് മേ ഡിപ്പെൻഡ് ഓൺ ടൈം, അതാണ്. പ്ലസ് വാട്ട്? എക്സ് ഓഫ് ടി. നമ്മൾ ജസ്റ്റ് അതിനെ ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്. ഓക്കെ, എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ബ്രാക്കറ്റിൽ ടി എന്ന് എഴുതുന്നത്. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. ലെറ്റ് മീ ജസ്റ്റ്, വാട്ട് ഈസ് ദിസ് എക്സ് ടി? ക്യാപിറ്റൽ എക്സ് ടി ഈസ് നത്തിങ് ബട്ട് ദ പൊസിഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഓക്കെ, പൊസിഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി. നൗ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് നമുക്ക് യു ക്യാൻ കോൾ ദിസ് വൺ സം ഇക്വേഷൻ നമ്പർ 1 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. റൈറ്റ്? യു ഡിഫറൻഷിയേറ്റ്. നമുക്ക് ആക്സലേഷൻ ആണ് വേണ്ടത്, പൊസിഷൻ അല്ല വേണ്ടത്, ആക്സലേഷൻ ആണ്. സോ ലെറ്റ്സ് ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്ട് ടു ടൈം ട്വൈസ്. സോ ഡിഫറൻഷിയേറ്റിംഗ് അല്ല, യു വിൽ ബി ഗെറ്റിംഗ് ആക്സലറേഷൻ, റൈറ്റ്? സോ ഡിഫറൻഷിയേറ്റിംഗ് 1 വിത്ത് റെസ്പെക്ട് ടു ടൈം ട്വൈസ്. 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ യു നോ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്? ആക്സലറേഷൻ, റൈറ്റ്? സോ യു വിൽ ബി ഗെറ്റിംഗ് xa double dot, right? xa double dot, which is nothing but acceleration with respect to xa double dot, is equal to xb double dot, both are acceleration, plus what? x double dot. നമുക്ക് തൽക്കാലം ഇങ്ങനെ എഴുതാം, x double dot, right? So let me say that this is my second equation, right? ഇനി നമുക്കറിയാം system A is inertial, right? Since system A
ഈസ് ഇനേർഷ്യൽ, സിസ്റ്റം എ ഇനേർഷ്യൽ ആയതുകൊണ്ട് തന്നെ സിസ്റ്റം എ ഈസ് ഇനേർഷ്യൽ, the force measured with respect to the inertial system should be the correct force, right? അല്ലേ? അപ്പോൾ എ ഇനേർഷ്യൽ ആയതുകൊണ്ട് എയിലുള്ള ഒരു ഒബ്സർവർ അളന്ന സോസറിൻ്റെ ഫോഴ്സ്, സോസറിൻ്റെ മുകളിലുള്ള ഫോഴ്സ് ശരിയായ ഫോഴ്സ് ആയിരിക്കണം, അല്ലേ? ന്യൂട്ടൺസ് ലോസ് ആർ വാലിഡ്. ന്യൂട്ടൺസ് ലോസ് ആർ വാലിഡ്. ലോസ് ഹോൾഡ് ഗുഡ്. മറ്റൊരു രീതി പറയുമ്പോൾ ഹോൾഡ് ഗുഡ്. ഓക്കെ, അവ ശരിയായി ഭവിക്കുന്നു, റൈറ്റ്? Therefore, what we can say, force on the saucer. Okay, force on the saucer അതിനെ നമ്മൾ എഫ് ട്രൂ എന്ന് വിളിക്കുകയാണ്. എഫ് എ എന്നുള്ളതിന് പകരം അതിനെ നമ്മൾ എഫ് ട്രൂ എന്ന് വിളിക്കുകയാണ്. എഫ് ട്രൂ എന്താ നമുക്കറിയാം, എന്താണ്? എം ഇൻറ്റു എക്സ് എ ഡബിൾ ഡോട്ട്, അല്ലേ? എം ഇൻറ്റു എ എക്സ് എ ഡബിൾ ഡോട്ട് നമ്മൾ വിളിക്കുന്നു, റൈറ്റ്? സോ ദിസ് ഇസ് ദ ട്രൂ ഫോഴ്സ്. സോ മീ സേ ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇനി അങ്ങനെയെങ്കിൽ ക്യാപ്റ്റൻ ബി അളന്ന ഒബ്സർവേഷൻ പ്രകാരമുള്ള ഫോഴ്സ് ശരിയായിരിക്കില്ലല്ലോ, അല്ലേ? എയുടെ കാര്യം ഇനേർഷ്യലാണെന്ന് ഉറപ്പ് വരുത്തിയിരിക്കുന്നു. സോ therefore ക്യാപ്റ്റൻ ബി അളന്ന ഫോഴ്സ് തെറ്റാണെന്ന് നമ്മൾ അനുമാനിക്കണം, അല്ലേ? തെറ്റെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അദ്ദേഹം അളന്ന ഫോഴ്സ്, അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഫോഴ്സ് നമുക്ക് അങ്ങനെ വിളിക്കാം. ഒന്ന് ശരിയാ യഥാർത്ഥത്തിലുള്ള ഫോഴ്സ്, മറ്റൊന്ന് അനുഭവപ്പെടുന്ന ഫോഴ്സ്, ബിക്ക് അനുഭവപ്പെട്ട ഫോഴ്സ്. ഓക്കെ, therefore B, okay, force or measured by, force as measured by B, force measured by B, okay, observer B, അതിന് നമ്മൾ വിളിക്കുന്ന പേര് എഫ് അപ്പാരൻ്റ് എന്നാണ്. എഫ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ബി അപ്പാരൻ്റ്. നിങ്ങളുടെ പുസ്തകത്തിൽ അതേ സിമ്പിൾസ് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. സോ ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് അപ്പാരൻ്റ്. അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിലുള്ളതല്ല, അനുഭവപ്പെടുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനുഭവപ്പെടുന്നതിനെയാണ് അപ്പാരൻ്റ്. വി ഫീൽ ലൈക്ക്, അതാണ് അപ്പാരൻ്റ് എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം. വി ഫീൽ ലൈക്ക്. എഫ് ബി നമ്മളതിനെ അപ്പാരൻ്റ് എന്ന് എടുത്ത് പറയുകയാണ്. അപ്പാരൻ്റ് ഫോഴ്സ് വിച്ച് ഇസ് മെഷേർഡ് ബൈ ബി. അതെന്തായിരിക്കണം? ഫോഴ്സ്, അപ്പാരൻ്റ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു മാസ് ഓഫ് ദ സോസർ എം ഇൻ ടു ദ ആക്സലറേഷൻ ആസ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ബി. സോ എക്സ് ബി ഡബിൾ ഡോട്ട്, കറക്റ്റ്? സോ ഇതാണ് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. നമുക്ക് എക്സ് ബി ഡബിൾ ഡോട്ടിന് പകരം ഇക്വേഷൻ നമ്പർ 2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? എം ഇൻറ്റു, സോ ഐ എം റൈറ്റിംഗ് ആസ് എം ഇൻറ്റു, വാട്ട് ഈസ് എക്സ് ബി ഡബിൾ ഡോട്ട്? കാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് എക്സ് എ ഡബിൾ ഡോട്ട്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എ ഡബിൾ ഡോട്ട്, എക്സ് എ ഡബിൾ ഡോട്ട് മൈനസ് capital X double dot. So this is X double dot. Please be careful about that. X double dot. Is it okay? So now you can just open up the bracket. You can open the bracket. So you'll be getting two terms. What will be the two terms? It will be M into X a double dot, M into X a double dot minus same M into capital X double dot. Right? So now again, so we could have skipped all these steps, but okay, I'm writing it for clarity. What is this mx double dot? Mxa double dot, that is nothing but f true. So it will be nothing but f true minus mx double dot, and that's an interesting relationship. Okay, so let me write it in the next page. So I'm writing the conclusion. Our conclusion is that F B, force on the flying saucer as measured by B, which we have concluded that it is apparent, അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്, ബിയിൽ അനുഭവപ്പെട്ടത്, okay, is equal to the true force, ശരിക്കും സോസറിൻ്റെ മുകളിലുള്ളത് എന്ന് നമ്മൾ അനുമാനിച്ച ഫോഴ്സ്, അതിനാണ് ട്രൂ ഫോഴ്സ്, മൈനസ് എന്താ കിട്ടിയത്? എം എക്സ് ഡബിൾ ഡോട്ട്. ഇതിൽ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ ഇതിന് ഏതാണ് നമ്പർ വിളിക്കുക? സോ ലെറ്റ് us call this one as a continuous number. Equation number 5. So let me call it as equation number 5. ഇതിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? ഒരിക്കലും എഫ് ബി അളക്കുന്നതും എഫ് ട്രൂവും സെയിം ആയിരിക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ്സ് എ കൺക്ലൂഷൻ. സോ ബി വിൽ നോട്ട് മെഷർ സെയിം ഫോഴ്സ് പറഞ്ഞാൽ ശരിയായ ഫോഴ്സ് എഫ് ട്രൂ അൺലസ് നിങ്ങൾ പറയൂ,
എപ്പോഴാണ് എഫ് ബി അപ്പാരൻറ്റ് എഫ് ട്രൂ ആയി മാറുക? ഓൺലി വെൻ ദിസ് ടേം ഈസ് വാട്ട് 0, റൈറ്റ്? അൺലസ് ആ ടൈം 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എം എക്സ് ഡബിൾ ഡോട്ട് 0 എന്ന് പറഞ്ഞാൽ മാസ് ഒരിക്കലും 0 അല്ല. അപ്പോൾ എന്തായിരിക്കണം? എക്സ് ഡബിൾ ഡോട്ട് ഷുഡ് ബി 0. സോ അൺലസ് എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? എക്സ് ഡബിൾ ഡോട്ട് 0 ആവുക എന്ന് പറഞ്ഞാൽ വാട്ട് വാസ് എക്സ് ഡബിൾ ഡോട്ട്? പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ദ ഡയഗ്രാം. എക്സ്, ക്യാപിറ്റൽ എക്സ് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ? എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ആക്സലറേഷൻ ആണത്, റൈറ്റ്? ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? എയും ബിയും ഇടയ്ക്കുള്ള ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബി എന്തായിരിക്കണം? ആക്സലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവണം, അല്ലെങ്കിൽ എന്താണ്? എ ആക്സലേറ്റ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എ എന്നുള്ളത് എന്താണ്? ആക്സലേറ്റിംഗ് അല്ല, എ ഇനേർഷ്യൽ ആണെന്ന് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ആര് ആക്സലേറ്റ് ചെയ്യുന്നുണ്ടാവണം? ബി ആക്സലേറ്റ് ചെയ്യുന്നുണ്ടാവണം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സോ we can see that x double dot 0 ആവണം. so it means that b ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ that is അല്ലേ, that is b must move, ഒരേ റിസൾട്ട് കിട്ടണമെങ്കിലാണ് പറയുന്നത് കേട്ടോ. b must move uniformly with respect to a അല്ലേ? ബി എയുമായിട്ട് യൂണിഫോംലി മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എഫ് അപ്പാരൻറ്റ് ഈക്വൽ ടു എഫ് ട്രൂ ആവണം. മീൻസ് ദർ ഷുഡ് നോട്ട് ബി എനി ആക്സലേഷൻ ഫോർ ബി, റൈറ്റ്? ഇനി സോ ഓക്കെ, ഇനി നമുക്ക് ലോജിക്കൽ കൺക്ലൂഷൻ ആണ്. സോ ആസ് ഓക്കെ, വാട്ട് വാസ് എഫ് ബി ദാറ്റ് വി ഹാവ് ഗോട്ട്? എഫ് ബി ഗോട്ട് അസ് 950 newtons, റൈറ്റ്? ഇതാണ് നമുക്ക് കിട്ടിയത് എഫ് ബി. വാട്ട് വി ക്യാൻ കൺക്ലൂഡ്? ഓക്കെ, വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് it concludes that B is accelerating. അപ്പോൾ B ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. B is accelerating away from, ഡിസലേറ്റിംഗ് അല്ല, ആക്സലേറ്റിംഗ്, പോസിറ്റീവ് ആക്സലേഷൻ ആണ്. ഫ്രം എയിൽ നിന്നും ആക്സലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, at 50 meter/second². ഡിഫറൻസ് 50 ആയതുകൊണ്ടാണ് നമ്മൾ 50 meter/second². ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ 50 meter/second² എന്നുള്ള ഒരു യൂണിഫോം ആക്സലറേഷനോട് കൂടി ബി എന്ന് പറയുന്നത് എന്താണ്? എയിൽ നിന്നും ആകുന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷനിൽ ദ സ്റ്റോറി ജസ്റ്റ് എന്താണ് കൺക്ലൂഡ്സ് ലൈക്ക് ദിസ്. ഉടനെ ക്യാപ്റ്റൻ ബി, എ ഏതായാലും പറഞ്ഞു എൻ്റെ ഭാഗം ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ബി എന്ത് ചെയ്തിട്ടുണ്ടാവും? ബി സ്വന്തം ചെക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ദ ക്യാപ്റ്റൻ ഓഫ് ദ ബി ചെക്ക്ഡ് ഹിസ് എൻജിൻ ആൻഡ് ഹി ഫൗണ്ട് ദാറ്റ് ഓക്കെ സംഹൗ ദ എൻജിൻ വാസ് ഓൺ. എൻജിൻ ഓൺ പൊസിഷനിലായിരുന്നു. സോ ദർ വാസ് സം കോൺസ്റ്റന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എൻജിൻ ബി, റൈറ്റ്? സോ വിച്ച് മെയ്ഡ് ഇറ്റ് ആക്സലറേറ്റ് അറ്റ് എ റേറ്റ് ഓഫ് 50 meter/second². അപ്പോൾ അതായിരുന്നു പ്രശ്നം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കാര്യം ഇതാണ്. സോ ദ കൺക്ലൂഷൻ, കഥയുടെ ചുരുക്കം ഇതാണ്. എ എന്ന് പറയുന്ന ഒരു ഒബ്സർവറും, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, നമ്മൾ അതിനെ കുറച്ച് പൊലിപ്പിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ബി എന്ന് പറയുന്ന ഒരു ഒബ്സർവറും ഒരേ വസ്തുവിനെ, ഒരേ ഒബ്ജക്റ്റിനെ, ഓക്കെ, സോ ദിസ് ഇസ് ദ ഒബ്ജക്റ്റ്. ഇതാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഒബ്സർവ് ചെയ്യുകയാണ്. സോ ദിസ് ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഈ ഒബ്ജക്റ്റിൻ്റെ മോഷൻ എങ്ങനെയൊക്കെ ഈ രണ്ട് ഒബ്സർവേഴ്സിന് ഒബ്സർവ് ചെയ്യാം. ഇത് ഒബ്സർവർ എ ആണ്, ഒബ്സർവർ 1. ദിസ് ഇസ് ഒബ്സർവർ ബി. ഇത്രയേ ഉള്ളൂ കാര്യം. രണ്ട് ഒബ്സർവേഴ്സ് ഒരേ വസ്തുവിൻ്റെ മോഷനെ ഒബ്സർവ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. എന്തൊക്കെയാണ് ഉണ്ടാവാം? എയും ബിയും റെസ്റ്റിലാണ്, രണ്ടുപേരും റെസ്റ്റിലാണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 0, വി ഈക്വൽ ടു 0. രണ്ടുപേർ റെസ്റ്റിൽ നിന്നുകൊണ്ട് മൂവ് ചെയ്യുന്നൊരു വസ്തുവിനെ ഒബ്സർവ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ രണ്ട് പേർക്കും ഒബ്ജക്റ്റിനെ പറ്റി കിട്ടുന്ന അതിൻ്റെ വെലോസിറ്റിയോ അതിൻ്റെ മെഷർമെൻറ്റ്സ് അതിൻ്റെ ആക്സലറേഷനോ ഒക്കെ എന്തായിരിക്കും? രണ്ടുപേർക്കും ഒരേ റീഡിംഗ് ആണ് കിട്ടുക. എന്താ കാരണം? because both A and B are at rest or both of them are having what? Acceleration 0. ഇതാണ് നമ്മുടെ ന്യൂട്ടൻ്റെ നിയമത്തിൻ്റെ പ്രത്യേകത. ആക്സലറേഷൻ രണ്ടുപേരുടെയും 0 ആണ്. ആക്സലറേഷൻ 0 ആണെങ്കിൽ രണ്ട് ഫ്രെയിം എന്താണ്? ഇനേർഷ്യലാണ്. രണ്ട് ഒബ്സർവേഴ്സും ഇനേർഷ്യൽ ഫ്രെയിമുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കറക്റ്റ്? ഇനി രണ്ടാമത്തെ കാര്യം എന്ത് സംഭവിക്കാം? both of them are moving in the same direction. V is equal to V1. Okay, V is equal, പല സാഹചര്യങ്ങളുണ്ട് ഞാൻ പറയാം. V is also equal to what? Say okay, V1. രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഒരേ വെലോസിറ്റിയിലാവാം, വ്യത്യസ്ത വെലോസിറ്റിയിലാവാം, ബട്ട് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈക്വൽ ടു കോൺസ്റ്റന്റ്.
ഓക്കെ, ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് C1 എന്ന് വിളിക്കാൻ, ഇതിന് വേണമെങ്കിൽ C2 എന്ന് വിളിക്കാം. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, റൈറ്റ്? അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും എന്താണ്, ആക്സലറേഷൻ ഈസ് വാട്ട്, 0. ആ ഫ്രെയിമിൻ്റെ ആക്സലറേഷൻ 0 ആണ്. സോ ഹിയർ ഓൾസോ ആക്സലറേഷൻ ഈസ് വാട്ട്, 0 എന്ന് കൺക്ലൂഡ് ചെയ്യാം. വൺസ് അഗെയിൻ ദിസ് ഫ്രെയിം ഈസ് വാട്ട്, ഇനേർഷ്യൽ ഫ്രെയിം. രണ്ട് ഫ്രെയിമുകൾ ഇനേർഷ്യലാണ്. ഈ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് വീണ്ടും ഒബ്ജക്റ്റിനെ പറ്റി രണ്ട് പേര് മെഷർ ചെയ്യുന്നതിന് മെഷർമെൻറ്റ് എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒന്നുകിൽ എ ആക്സലറേറ്റ് ചെയ്യുകയോ, ഐദർ എ ഈസ് നോട്ട് ഈക്വൽ ടു 0 ഓർ ബി എന്ന് പറയുന്നതിൻ്റെ ആക്സലറേഷൻ നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുണ്ടെങ്കിൽ ഈ ഫ്രെയിമുകൾ എന്താവും, നോൺ ഇനേർഷ്യൽ ആവും. ഓക്കെ, ഒരെണ്ണം ഇനേർഷ്യൽ ആവാം, മറ്റൊന്ന് നോൺ ഇനേർഷ്യൽ ആവാം, അല്ലെങ്കിൽ രണ്ടും എന്താവാം, നോൺ ഇനേർഷ്യൽ ആവാം. ഓക്കെ, രണ്ട് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് എടുക്കുന്ന രണ്ട് മെഷർമെൻറ്റും ഈക്വൽ ആവണമെന്നില്ല. കാരണം അവരുടെ നോൺ ഇനേർഷ്യലിൻ്റെ അതിൻ്റെ രണ്ടുപേരുടെ ആക്സലറേഷൻ വ്യത്യസ്തമാണെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് ഒരു വസ്തുവിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരേ യൂണിഫോം റിസൾട്ട് കിട്ടണമെങ്കിൽ ദോസ് മെഷർമെൻറ്റ്സ് മസ്റ്റ് ഹാവ് ബീൻ മെയ്ഡ് ഫ്രം വാട്ട്, an inertial frame of reference. That is the safest one. So we can say an inertial frame of reference is the simplest frame of reference. ഒരു വസ്തുവിൻ്റെ അളവുകൾ, ഒരു വസ്തുവിനെ പറ്റിയുള്ള മെക്കാനിക്കൽ അളവുകൾ എടുക്കാൻ അല്ലെങ്കിൽ കൈനമാറ്റിക് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കാൻ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത്, റെഫറൻസ് ഫ്രെയിം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ ന്യൂട്ടൻ്റെ നിയമങ്ങൾ അതേപടി അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആധികാരികമായ റിസൾട്ട് കിട്ടാവുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. പക്ഷേ പലപ്പോഴും നമുക്ക് മെഷർമെൻറ്റ്സ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന് എടുക്കാൻ പറ്റാതെ വരാം. പലപ്പോഴും റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നോ സാധാരണഗതിയിൽ ലീനിയർലി ആക്സലറേറ്റ് ചെയ്യപ്പെടുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നോ ഒക്കെ നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടതായിട്ട് വരും. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അവയെ എന്ത് വിളിക്കുന്നു, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കുന്നു. എന്നാൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസുകളിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്ടൻ്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ വിത്ത് എ മോഡിഫിക്കേഷൻ. ഓക്കെ, ആ മോഡിഫിക്കേഷനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കറക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെ നമ്മൾ കണ്ട ഇക്വേഷൻ നമ്പർ 5 നമ്മളൊരു ഫോഴ്സ് കണ്ടു അല്ലേ. തീർച്ചയായിട്ടും mx ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് ഏതൊരു ഫോഴ്സ് ആണല്ലോ അല്ലേ. mx ഡബിൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇക്വേഷൻ നമ്പർ 5 കണ്ട ഈ mx ഡബിൾ ഡോട്ട് എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ, mx ഡബിൾ ഡോട്ട് എന്ന് പറയുന്ന ഫോഴ്സിനെ, ഒരു എക്സ്ട്രാ ടേം ആണ് അല്ലേ, mx ഡബിൾ ഡോട്ട് എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ, അല്ലെങ്കിൽ നമുക്ക് വേണം മൈനസ് കൂടെ ചേർക്കാം. ഓക്കെ, ഇത് നമ്മൾ വിളിക്കുന്ന ഫോഴ്സാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ദീസ് ഫോഴ്സസ് ആർ നോൺ ആസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സസ്. ഇനി മറ്റൊരു പേരിൽ അറിയാറുണ്ട്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്യൂഡോ ഫോഴ്സ്. സ്യൂഡോ ഫോഴ്സസ്. ഫിക്റ്റീഷ്യസ് എന്നുള്ള വാക്ക് വരുന്നത് എവിടുന്നാന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഫിക്ഷൻ അല്ലേ. ഫിക്ഷൻ എന്ന് പറയുന്നത് ഭാവനയിൽ നിന്നും ഉണ്ടാവുന്ന അല്ലെങ്കിൽ അല്ലേ ആ രീതിയിലാണ് ഫിക്ഷൻ. യഥാർത്ഥത്തിലുള്ളതല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ഫിക്റ്റീഷ്യസ്. ഓക്കെ, ഫിക്ഷൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ. സ്യൂഡോ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, കപടം എന്ന് പറയുന്നത്. കപടം എന്ന് വിളിക്കാൻ കാരണം എന്താണ്, നിയമാനുസൃതമല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കപടം, സ്യൂഡോ സയൻസ് അല്ലേ. അസ്ട്രോളജി എന്നുള്ളതിനെ, ജ്യോതിഷത്തിനെ സ്യൂഡോ സയൻസ് ആയിട്ടാണ് മോഡേൺ സയൻസ് വിലയിരുത്തപ്പെടുന്നത്. അപ്പം യഥാർത്ഥത്തിലുള്ളതല്ലാത്തത് അല്ല, നിയമപ്രകാരം എന്താണ് അംഗീകരിക്കപ്പെടാത്ത എന്നുള്ള അർത്ഥത്തിലാണ് സ്യൂഡോ. നിങ്ങൾ സ്യൂഡോപോഡിയ അല്ലേ, സ്യൂഡോ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. സ്യൂഡോമോണാസ് അല്ലേ, സ്യൂഡോപോഡിയ എന്നൊക്കെ നിങ്ങൾ സുവോളജി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. സ്യൂഡോ എന്ന് പറയുന്നത് ഫോൾസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഫോൾസ് എന്ന് പറയാൻ കാരണം തെറ്റായത് കൊണ്ടല്ല, നമ്മുടെ നിയമാവലിക്കുള്ളിൽ നിൽക്കാത്തത് കൊണ്ട് എന്നുള്ളതുകൊണ്ടാണ് സ്യൂഡോ. ഓക്കെ, ഇവിടെ പറയുന്നത്. സോ സ്യൂഡോ ഫോഴ്സസ്. അപ്പോൾ ഇവിടെ കണ്ട ഈ mx ഡബിൾ ഡോട്ട് ടേം ഒരു സ്യൂഡോ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്. ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ നമ്മുടെ ന്യൂട്ടൻ്റെ നിയമങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, ചലന നിയമങ്ങളെ അതേപടി മാറ്റം കൂടാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിലാണ് നമ്മൾ നിയമങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ചില മാറ്റങ്ങൾ, ചില വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും. നമുക്ക് കിട്ടുന്ന ഫോഴ്സ് ഒരു അപ്പേരൻറ്റ് ഫോഴ്സ് ആയിരിക്കും. പക്ഷെ നമുക്ക് അപ്പേരൻറ്റ് ഫോഴ്സിൽ നിന്നും ട്രൂ ഫോഴ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി ഒരു എക്സ്ട്രാ ഫോഴ്സിനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതിയാവും. ആ എക്സ്ട്രാ ഫോഴ്സിന് പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സസ്. അപ്പോൾ നിങ്ങൾ ഇനി എവിടെയെങ്കിലും ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ പറ്റി കൂടുതലായിട്ട് കേൾക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, ഇഫ് ദർ ഈസ് എ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് then that frame of reference should be or must be non-inertial.
fictitious forces ഞാൻ FF എന്ന് എഴുതുകയാണ് തൽക്കാലം. Arise. Fictitious forces arise in non-inertial frame of reference. Non-inertial frames of referenceലാണ് fictitious ഫോഴ്സുകൾ കാണപ്പെടുക, അനുഭവപ്പെടുക. ഓക്കെ, നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് കേട്ടോ. റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഓക്കെ. റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന മാറുന്നു നമുക്കറിയാം. അപ്പോൾ ആക്സലേറ്റിംഗ് ആണ്. സോ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ എർത്ത് ഒരു ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണോ നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണോ എന്നൊക്കെ ചോദ്യം വന്നാൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, സിൻസ് എർത്ത് ഈസ് റൊട്ടേറ്റിംഗ്, whenever you make a measurement of an external object, okay, outside earth, സ്പേസിലുള്ള ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് എർത്തിൽ നിന്നൊരു മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, എർത്തിനെ ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് തന്നെ കരുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആസ്ട്രോണമിയുടെ ഒക്കെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്പേസ് പ്രോഗ്രാമിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത് എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. Okay, so I think I will just spend some time on it later in a later video. Anyway, remember that rotating frames of reference are best examples of what? Non-inertial frames of reference. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ ചില ഫിക്റ്റീഷ്യസ് ഫോഴ്സുകൾ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. അതിലൊരു ഫോഴ്സ് നിങ്ങൾ വളരെ പരിചയമുള്ളതാണ്, അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകളെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്, സെൻറ്ററിന് നേരെയുള്ളത്. സെൻറ്ററിൽ നിന്ന് ദൂരേക്കായിട്ട് പഠിക്കുന്ന ഒരു ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സ്യൂഡോ ഫോഴ്സ് ഇസ് വാട്ട്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ, സെൻട്രിപെറ്റലിനായി പോരുത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഞാൻ ഈ സ്യൂഡോ ഫോഴ്സുകളെ പറ്റിയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് പറയാം. സോ ഫോർ ദ ടൈം ബീങ് ദിസ് ഇസ് അവർ കൺക്ലൂഷൻ. Our conclusion is that an accelerating frame of reference is always a non-inertial frame of reference, and a non-accelerating frame of reference is what? An inertial frame of reference where Newton's laws can be applied without any modification. Okay? Thank you.